ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈരും മുളകും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ഓണാക്കിയിടുക. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 10 പച്ചമുളക് എടുത്തിരിക്കുന്നത്, വലിയ പച്ചമുളകാണ്. അപ്പോൾ ആദ്യം ഒന്ന് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സെൻറ്ററിലൊന്ന് കീറി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ എടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ഓരോ പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ കീറി കൊടുക്കണം. ഇതുപോലെ സെൻറ്ററിലൊന്ന് അങ്ങനെ വരിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അല്ല, ഞാൻ എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഞാനിങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടാണ്. ഇതിപ്പോൾ അതിന് വേണ്ട തൈരാണ്. തൈര് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താണ്. വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ ഒന്ന് കറക്കിയെടുത്താൽ കേട്ടോ. അതിന് ശേഷം ചട്ടി ചൂടാക്കുക. ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 6-7 ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ചതച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഇടാം. ഞാൻ ഇപ്പോൾ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അങ്ങനെ ഗോൾഡ് കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വയറ്റ് കിട്ടിയാൽ മതി. അതിനുശേഷം ഒരു 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിന് അത്യാവശ്യം നമുക്ക് ഇടാം. കറിവേപ്പില ഇട്ട് കൂടെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരിഞ്ഞ് വെച്ചിരിക്കുന്നത് പച്ചമുളകില്ലേ, അതൊന്നിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയ പോലെ ഒന്ന് ആവണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ പിന്നെ അധികം ഇതിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. വാടി കിട്ടിയതുള്ളത് ഞാൻ അങ്ങനെ വാട്ടിയിട്ടില്ല. ഞാൻ സ്ട്രെയിറ്റ് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ വാട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ അത് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സെറ്റാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ വെള്ളം ആഡ് ചെയ്യാതെ മിക്സിയിൽ അടിച്ചെടുത്താണ്, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വല്ലാതെ ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട. തൈര് ഒഴിച്ചത് ഒന്ന് ചൂടായി നമുക്കത് ഓഫ് ചെയ്യുക. കാരണം തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിയും. അപ്പോൾ ബാക്കിയൊക്കെ മുളകും എല്ലാം നമുക്ക് വാടി കിട്ടിയതാണ്. ഇനി തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ. തിളപ്പിക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് അപ്പം തന്നെ എടുക്കരുത്, ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുക്കുക. അപ്പോൾ ആ കറി മുളക് കൊടുന്ന് സെറ്റാവും, ആ ചൂടിൽ കിടന്നൊന്ന് സെറ്റാവും. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റായിട്ടത് കഴിക്കുക. ചൂടിൻ്റെ കൂടെ ആ മുളക് മാത്രം തന്നെ എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. എരിവൊന്നുമില്ല, അത് ഇച്ചിരി നമ്മൾ പേടിക്കേണ്ട, എരിവില്ലാത്ത മുളകാണ്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.